മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ പ്രത്യേക ആനിമേഷനിലൂടെയാണ് ആപ്പുകൾ ഓപ്പൺ ആക്കുന്നത്. പ്രത്യേകിച്ച് റാമും സ്റ്റോറേജും കുറഞ്ഞ ഫോണിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഫോൺ ഹാങ് ആവുകയും സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യും. നമുക്കിത് ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ആക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് സെറ്റിങ്സ് ആണ് ആദ്യം ഓപ്പൺ ആക്കേണ്ടത്. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എൻ്റെ മൊബൈൽ ഫോണിൽ മോർ സെറ്റിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അഡീഷണൽ സെറ്റിങ്സ് ആയിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഒട്ടും താഴെ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്നിട്ട് ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എബൌട്ട് ഫോൺ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ സോഫ്റ്റ് വെർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങളുടെ വിവോ വേർഷൻ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ 7 തവണ എൻ്റെ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 7 തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് വരും. എന്നിട്ട് ആ ഒരു ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് ഒന്ന് എനേബിൾ ആക്കി. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കിയതിന് ശേഷം കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് മുകളിലേക്ക് വന്നാൽ ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ തന്നെ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ തന്നെ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ, ഇതൊക്കെ 1x കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വിൻഡോ ആനിമേഷൻ ഈ ഫസ്റ്റത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആനിമേഷൻ മൊത്തത്തിൽ ഓഫ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് 5x ഇടാം. 0.5x അവിടെ ആനിമേഷൻ ഓഫാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ട്രാൻസിഷനും ഓഫാക്കി, അതുപോലെ തന്നെ ആനിമേറ്റഡ് ഡ്യൂറേഷനും ഓഫാക്കി കൊടുത്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷനൊക്കെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി വരും. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ വരാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സ്പീഡിൽ വരിക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഫോട്ടോസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുക.